പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഇ.ഡി. റെയ്ഡ് എന്നുള്ള നിർണായകമായ ഒരു വിവരം പുറത്തു വരും. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം. പോലീസ് ഈ കേന്ദ്രസേനയുടെ അടക്കം വലിയ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടി എന്ന് വേണം കരുതാൻ. 12 ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പിണറായി വിജയന്റെ വീട്ടിലും ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് എന്നുള്ള അതിനിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്കായി നൽകാനുള്ളത്. പിണറായി വിജയന്റെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ. നമുക്കറിയാം പിണറായി വിജയന്റെ മകളടക്കം ഈ കേസിൽ എക്സാലോജിക്കിന്റെ കേസിൽ പ്രതികളാണ്. അനധികൃതമായി പണം കൈപ്പറ്റി എന്നുള്ള വിവരത്തിൽ ചില കേസുകളും കോടതി നടപടികളും ഇവിടെ നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ഡൽഹി കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തുടരുന്നുണ്ട്. BJP നേതാവ് കൂടിയായ ഷോൺ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം നടത്തുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ വിവരം പുറത്തു വരുന്നത്. പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ്. ഇത് അത്ഭുതകരമാണ്. കാരണം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനം മാറി പ്രതിപക്ഷ നേതാവായ നേതാവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ED റെയ്ഡ് നടക്കുന്നത് എന്നുള്ളതും പരമപ്രധാനമാണ്. അമ്പയെ തിരിച്ചടി ഏറ്റ CPM-ന് മറ്റൊരു തരത്തിൽ ഈ വിഷയത്തെ സമീപിക്കേണ്ടി വരും എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് എന്ന അതിനിർണായകമായ വിവരമാണ് പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. വി അരുൺ അല്പസമയത്തിനകം ചേരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നിർണായകമായ നീക്കം EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മാസപ്പടി കേസിലാണ് ED ഈ പരിശോധന നടത്തുന്നത് എന്നുള്ള വിവരങ്ങൾ വ്യക്തമാക്കുക. അരുൺ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ എവിടെ പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവ് ആയ ശേഷം എടുത്ത വാടക വീട്ടിലാണോ, അവിടെയാണോ റെയ്ഡ് നടക്കുന്നത്? തീർച്ചയായിട്ടും പിണറായിലെ വീട്ടിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ അദ്ദേഹം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് താമസം മാറിയ വാടക വീട്ടിലും അവിടെയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ഉദ്യോഗസ്ഥരെ കാണാം. ഇതാണ് അദ്ദേഹത്തിന്റെ വീട്. അവിടെ കേന്ദ്രസേന അടക്കമുള്ളവരുടെ സംരക്ഷണയിലാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. അദ്ദേഹം പിണറായി വിജയൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാണ്. വീണ വിജയനെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇതിലെ കോടതി അതിൽ EDക്ക് അന്വേഷണം തുടരാം എന്ന ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരേ സമയം 12 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നേരത്തെ പല കേസുകളിലും അത്തരമൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. തീർത്തും പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരവും. വീണ വിജയനുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് എന്നുള്ളതാണ്. ഇതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ ED കേന്ദ്രങ്ങളിൽ നിന്ന് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്താണ് കൃത്യമായ സംഭവമെന്ന അദ്ദേഹത്തിന്റെ പിണറായി വിജയനെ അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ ഇതിനകം അന്വേഷണ സംഘം ബോധ്യപ്പെടുത്തിയിരിക്കണം. അതിനപ്പുറത്തേക്ക് നമുക്കിതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളൊന്നുമില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ഒരുപക്ഷെ കൊച്ചി ഓഫീസിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ ലഭ്യമായേക്കാം. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അത് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട പരിശോധന അന്വേഷണത്തിന്റെ ഭാഗമായുള്ള റെയ്ഡ് എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം പിണറായിക്കൊപ്പം തന്നെയാണ് മകൾ വീണയും ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ടാകാം ഒരുപക്ഷെ ഇവിടേക്ക് അന്വേഷണം വന്നത്. അതല്ലാതെ മറ്റേതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട പരിശോധനയാണോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയൊന്നുമില്ല. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ ഇതിനുള്ളിലുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് മറ്റു വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. സ്വാഭാവികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് CMRLന്റെ ഓഫീസിലും റെയ്ഡുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മാസപ്പടി കേസായി ബന്ധപ്പെട്ട് തന്നെയാകാം എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത്. CMRLന്റെ ഓഫീസിലും റെയ്ഡ് നടക്കുന്നുണ്ട്. 10 ഇടങ്ങളിലാണ് പരിശോധന. കണ്ണൂരിലെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു. CMRL എക്സാലോജിക് ഇടപാടിൽ തുടരന്വേഷണമാകാമെന്ന് ഇന്നലെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ പരിശോധന. പിണറായി വിജയൻ ഇവിടെ തന്നെ വീട്ടിൽ തന്നെയുണ്ട്. നമുക്കറിയാം ഇന്നലെയും സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നയത്തിനെതിരേക്ക് ഒരു വിമർശനവുമായി CPM മുന്നോട്ട് വന്നിരുന്നു. ആ CPM-നെ ഒന്നുകൂടി പ്രതിരോധത്തിലാക്കുന്ന കുഴപ്പത്തിലാക്കുന്ന ഒരു നടപടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും പിണറായി വിജയന്റെ വസതികളിലേക്ക് അടക്കം റെയ്ഡ് പോകുമ്പോൾ അത് CPM-ന് ഉണ്ടാക്കാൻ പോകുന്ന തലവേദന ചെറുതല്ല. നേരത്തെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ
കന്റോൺമെന്റ് ക്ലിഫ് ഹൗസിലേക്ക് പരിശോധനകൾ പോകും, അന്വേഷണം ഉണ്ടാകും, അന്വേഷണ ഏജൻസികൾ അവിടെ എത്തുമെന്ന വലിയ സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിലേക്കും അത്തരമൊരു അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം പോയിരുന്നില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കും, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്കൊന്നും അന്വേഷണം പോയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി അല്ലെങ്കിൽ പോലും അദ്ദേഹം താമസിക്കുന്ന ഇടത്തേക്ക് അന്വേഷണം എത്തുകയാണ്. പ്രതിപക്ഷ നേതാവായി പിണറായിയെ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു നീക്കം കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത്. സ്വാഭാവികമായും 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രി, അതിശക്തനായിരുന്ന മുഖ്യമന്ത്രി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വീടുകളിൽ കണ്ണൂരെയും തിരുവനന്തപുരത്തെയും വീടുകളിൽ ED റെയ്ഡ് എന്ന് പറയുമ്പോൾ വലിയ തോതിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളടക്കം ഈ വിഷയത്തിൽ മാറിമറിയും. രാഷ്ട്രീയ ആരോപണങ്ങൾ സ്വാഭാവികമായും ഇനിയുള്ള മണിക്കൂറുകളിൽ വന്നേക്കാം. CPM-ന്റെ മറ്റ് ഭാഗത്ത് നിന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിൽ പ്രതിപക്ഷ നേതാവായതിനു ശേഷം പിണറായി വിജയൻ വാടകയ്ക്കെടുത്ത വീടാണ്. ആ വീട്ടിലാണ് ഇപ്പോൾ കേന്ദ്ര സേനയുടെ സഹായത്തോടുകൂടി പോലീസിന്റെ EDയുടെ റെയ്ഡ് നടക്കുന്നത്. ഇവിടെയാണ് പിണറായി വിജയന്റെ മകൾ, ആരോപണ വിധേയായ വീണ വിജയനും ഒപ്പം മുഹമ്മദ് റിയാസ്, പിണറായി വിജയന്റെ മരുമകൻ, CPM നേതാവും താമസിക്കുന്നത്. കുടുംബാംഗങ്ങളും ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന് ഈ പ്രതിപക്ഷ നേതാവായ ശേഷം അദ്ദേഹം ഈ വീട് വാടകയ്ക്കെടുക്കുകയായിരുന്നു. നേരെ കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് ഈ വീട്ടിലേക്കാണ് വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹത്തിന്റെ വാഹനങ്ങളൊക്കെ അവിടെയുണ്ട്. കേന്ദ്ര സേനയുടെ സാന്നിധ്യം ഉണ്ട്. തലസ്ഥാനത്തെ വീട്ടിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CMRL ഓഫീസിലും സമാനമായി തന്നെ റെയ്ഡുകൾ പുരോഗമിക്കുന്നു എന്നതിനെ കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് CMRL എക്സാലോജി കരാറുമായി ബന്ധപ്പെട്ട് മാസപ്പടി കേസിൽ അത് വലിയ വിവാദമായ ഒന്നായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പാർട്ടി പിണറായി പ്രതിരോധത്തിലായ ഒരു സംവിധാനമായിരുന്നു. പക്ഷേ അതിനെയൊക്കെ പലവിധ കാരണങ്ങൾ പറഞ്ഞ് പ്രതിരോധിക്കുകയായിരുന്നു പാർട്ടി നേതാക്കൾ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്.